ഹായ് ഡിയേഴ്സ്, നമ്മൾ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുള്ള ദിവസം നമുക്ക് വല്ലാത്തൊരു തളർച്ചയാണ് അല്ലേ. ഞാൻ അമ്മയും അച്ഛനൊക്കെ ജോലിക്ക് പോയി വരുന്ന സമയത്തേക്ക് എല്ലാം സെറ്റാക്കി വെക്കും. എന്നാൽ അവരുള്ള ദിവസം ഭയങ്കര മടിയാണോ തളർച്ചയാണോ എന്തൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ 2 മാസത്തോളം അടുപ്പിച്ചായി വീട്ടിൽ പോയി നിന്നിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ 2 ദിവസത്തേക്ക് നിൽക്കാൻ പോയതാണ് കേട്ടോ. അപ്പം മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനിയത്തി അല്ലാതെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ചുവിട്ടമ്മ വേഗം തന്നെ അതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ മാങ്ങക്കറി വെക്കാറുള്ളത്. നല്ല തേങ്ങയൊക്കെ അരച്ച് തൈരൊക്കെ ഒഴിച്ച് അങ്ങനെയാണ് കേട്ടോ വെക്കുക. അമ്മ ഉണ്ടാക്കുന്നത് ഒരു താളിപ്പാണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. പിന്നെ നമുക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങക്കറിയും താളിപ്പും മീൻ വറുത്തതും ചക്കക്കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ അപ്പോഴേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വന്നപ്പോൾ നമുക്ക് ഏട്ടനൊരു ചെറിയ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. ചേച്ചീൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്കാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത്. ഇരിങ്ങാട്ടിയാണ് അവരുടെ വീട്. അപ്പം ഞാനും കൂടെ വലിഞ്ഞ് കയറിയതാണ്. എനിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും വെറുതെ ഇരിക്കുകയല്ലേ, അപ്പം അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. അമ്പാടിയാണ് കേട്ടോ കിടക്കണത്. അതിന് വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടത്തിയതാണ്. പിന്നെ നമ്മൾ വേഗം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു കോർണർ സെറ്റിംഗ് കട്ടിലാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളത് നല്ല ക്ലാസ്സിലൊക്കെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും ഒരു ലൈക്കും ഷെയറൊക്കെ കൊടുക്കണേ. പിന്നെ നമ്മളെന്തായാലും അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടുന്ന് ഫുഡും കഴിച്ച് പോന്നിട്ടുണ്ടായിരുന്നേ. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും കയറിയിട്ടില്ല, വേഗം പോന്നിട്ടുണ്ടായിരുന്നു. ചക്ക ഉണ്ടായിരുന്നു, ചക്കയും വീട്ടിലെത്തിയിട്ട് കഴിച്ചു. പഴഞ്ചക്ക ആയിരുന്നു കേട്ടോ, അപ്പോൾ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് മാങ്ങാക്കറി ഉണ്ടായിരുന്നു, അത് 2-3 കൂടി പിന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. ഞാനും ഏട്ടനും കുട്ടിയും കൂടെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത്രക്കുള്ളൂ. ബായ്.